ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനമനുസരിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് അനുവാദം നൽകേണ്ടത്. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിന് അനുവാദം നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. മധു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് BJPയുമായിട്ട് അടുത്ത് ഇടപഴകി വരികയായിരുന്നു. അത് പാർട്ടിക്ക് നല്ല ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ബോധ്യപ്പെടുത്തലുകളുടെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ചില തീരുമാനങ്ങൾ പാർട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ BJPയിലേക്ക് മെല്ലെ കാലെടുത്ത് വെച്ചിരുന്നു. ഈ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അവരുമായിട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു, അവരുമായിട്ട് ചില കൺസേൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ചില കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ശരിയാണെന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. അർജുൻ, BJPയുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം ചർച്ച നടത്തുകയായിരുന്നു എന്ന ബോധ്യം CPMന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗുരുതരമായ ആരോപണമാണ് മധുവിനെതിരെ ഉള്ളത്. അദ്ദേഹം BJPയിലേക്ക് വളരെ പെട്ടെന്നങ്ങ് പോയതല്ല, വളരെ നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിനൊപ്പം മറ്റാരെങ്കിലുമൊക്കെ BJPയിലേക്ക് പോകുമോ? ഇതുമായി ബന്ധപ്പെട്ട് CPM മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മംഗലപുരം ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ മധു മുല്ലശ്ശേരിക്കെതിരായി പ്രബല വിഭാഗമായി എതിർചേരി രൂപപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ 2 ടേമായി മധു മുല്ലശ്ശേരിയാണ് അവിടെ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കുറയുകയും മറ്റൊരാൾ, അതായത് അദ്ദേഹത്തിന് എതിർ വിഭാഗമായിട്ടുള്ള ആൾ ഏരിയ സെക്രട്ടറി ആവുകയും ചെയ്തു. ആ സമയത്താണ് അദ്ദേഹം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഈ ഏരിയ സമ്മേളനം നടക്കുന്നതിനിടെ ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം പിന്നീട് കണ്ടത് ജില്ലാ സെക്രട്ടറിക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ജില്ലാ നേതൃത്വത്തിന് വിമർശിക്കുന്നു. ജില്ലാ സെക്രട്ടറി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഒപ്പം ആറ്റിങ്ങലിൽ ജയിക്കേണ്ടതില്ല എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഇക്കാര്യത്തിലൊരു വിശദമായ ചർച്ചയിലേക്ക് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം കടക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പാർട്ടിയുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ആ ഘട്ടത്തിൽ, അതായത് ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പദവിയാണ്. ആ പദവിയിലിരിക്കുന്ന ആൾ ആ ഘട്ടത്തിൽ BJPയുമായി അടുത്തിടപഴകുകയും പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തുവെന്നാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാനുണ്ട്, അത് വരും ദിവസങ്ങളിൽ പറയുമെന്ന് കടകംപള്ളി സുരേന്ദ്രനും ഇന്ന് പറയുകയുണ്ടായി. അതായത് കടകംപള്ളി പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വേണ്ടത്ര സംഘടനാപരമായോ അല്ലെങ്കിൽ ധാർമ്മികമായോ ആശയ അടിത്തറ ഉള്ള ഒരാളായിരുന്നില്ല മധു മുല്ലശ്ശേരി. അങ്ങനെ ഒരാളെ ഇത്രയും കാലം ഒരു പാർട്ടിയുടെ ഉന്നതമായ പദവിയിലേക്ക് ആ സ്ഥാനത്ത് നിലനിർത്തിയതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, അതൊരു സ്വയം വിമർശനമായി ഉൾക്കൊള്ളുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത്. അതായത് ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള BJPയുമായുള്ള അടുത്ത ഇടപഴകൽ ഉണ്ടായിരുന്നു, നാളെ ഒരു പക്ഷേ അങ്ങോട്ടേക്ക് പോകാമെന്ന തരത്തിൽ ഒരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെയാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്ന പദവിയിൽ ഇത്ര കാലം നിലനിർത്തുന്നത്. അത് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പറയാനുണ്ടെന്നുകൂടി കടകംപള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ആത്മവിമർശനമായി CPM അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അത് എന്തായാലും അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മധു മുല്ലശ്ശേരിയെ വീട്ടിലെത്തി കാണും. ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ BJP അംഗത്വത്തിലേക്ക് പോകുന്ന BJP മെമ്പർഷിപ്പ് എടുക്കുന്നതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും, അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അത് ഉറപ്പായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ചൊരു പുറത്താക്കൽ. ഏരിയ സെക്രട്ടറി സാധാരണ സമ്മേളന കാലയളവിലൊന്നും പാർട്ടി സംഘടനാപരമായ നടപടികളിലേക്കൊന്നും കടക്കാറില്ല. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇനി മധു മുല്ലശ്ശേരിയെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല. കാരണം മധു മുല്ലശ്ശേരി BJPയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പാർട്ടി മെമ്പറായി തുടരുന്നതിൽ പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ അംഗത്വം നേടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ ഈ BJPയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. VV രാജേഷ് കൂടിക്കാഴ്ച നടത്തിയ ശേഷം അക്കാര്യം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.